ഇന്നത്തെ നമ്മുടെ ഡെസേർട്ടിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂടോടുകൂടിയാണെങ്കിലും നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും സംഭവം അടിപൊളി, ശരിക്കും ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. 5 മിനിറ്റിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഒരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. അത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ ചോളത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഫുൾ ക്രീം ആയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലെ പ്രധാനമായിട്ടുള്ള എസൻസ് എന്ന് പറയുന്നത് ബട്ടർസ്കോച്ച് എസൻസ് ആണ്. അപ്പോൾ മാക്സിമം ഈ എസൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബട്ടർസ്കോച്ച് എസൻസ് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പിന് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര. അപ്പോൾ എത്രയാണ് പാൽ ചേർക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് ഒരു 2 പീസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സ്കിപ്പ് ചെയ്ത്, ഇതൊക്കെയാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഗാലക്സിയുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. മിൽക്കി ബാറോ ഏത് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിൽ ചേർക്കാം. പക്ഷേ ഒരു 2 ചെറിയ പീസ് തന്നെ ധാരാളമാണ് ഈ ഒരു ഡെസേർട്ടിന്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് ചോക്ലേറ്റൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല തിക്കായിട്ട് നമ്മുടെ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഈ ചൂടോട് കൂടെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഏത് പാത്രത്തിനകത്താണോ, ഗ്ലാസ്സിനാണെങ്കിൽ ഗ്ലാസ്സിൽ, അതല്ലെങ്കിൽ സെർവിങ് ബൗളിനകത്തോട്ടേക്ക് ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ടൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരമൽ വേണം. അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് ജസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര ഉരുക്കിയെടുക്കാൻ. കാരണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പഞ്ചസാര കരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമലിന് കയ്പ്പ് രസം വരും. പിന്നെ നമ്മുടെ ഡെസേർട്ട് ഒട്ടും തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. മിക്കവരും പറയാറുള്ളതാണ് ക്യാരമൽ തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്പ്പ് രസം വരുന്നു എന്നുള്ളത്. അത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് എളുപ്പ പണിക്ക് ചെയ്യുമ്പോഴാണ് കയ്പ്പ് രസം വരുന്നത്. കളർ മാറി ഈ ഒരു പാകത്തിനായപ്പോൾ ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബട്ടറും ഒരു 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബട്ടർ കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഇത്ര അളവിൽ ചേർക്കേണ്ട, വളരെ കുറഞ്ഞ 2-3 ഡ്രോപ്പ് ചേർത്താൽ മതി. ഇനി നമ്മുടെ ഈ ഒരു ഡെസേർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ക്യാരമലിൻ്റെ മിക്സ് ചേർക്കാം. ക്യാരമൽ കുറച്ചുകൂടി ലൂസായിട്ട്, അതായത് കുറച്ച് ക്രിസ്പി ആയിട്ട് ആ ടെക്സ്ചറിൽ വേണ്ടാന്നാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ക്യാരമൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പ്രലൈൻ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ പൊടിച്ചിട്ട് അതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പ്രലൈൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചേർത്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി, അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ള റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. പക്ഷേ ഇതൊട്ടും നിർബന്ധമില്ല കാര്യമല്ല പ്രലൈൻ വേണമെന്നുള്ളത്. ഇതിന് പകരം 2-3 ഓപ്ഷൻസ് പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് കുറേ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട്, നോമ്പുതിരക്കൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഈന്തപ്പഴവും മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം സെർവ് ചെയ്യാം. അതും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന കടലമിഠായി ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കടലമിഠായി, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അടിപൊളിയാണ്. തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തണുപ്പിച്ച് കഴിക്കാം, ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. രണ്ടിലാണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റിയാണ്. വേറെ ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.